വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എൻ്റെ അത്യാവശ്യം നന്നായി തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഇന്ത്യൻ ഭൂമിശാസ്ത്രം നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നോക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ത് പറയാനാണെന്നറിയോ, ഒരുപാട് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് LDCയുടെ കാര്യം. അപ്പോൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നിർത്തിയിട്ടുള്ളൊരു കാര്യമാണ് LDCയുടെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ മാർക്ക് എത്രയാണ്, ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ടോ, ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് എനിക്ക് 55 എബോവ് ആയിരുന്നു മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ 55 എബോവ് ആണ് മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കട്ട് ഓഫ് വന്നിരിക്കുന്നത് 62 എന്തോ ആണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ ഇല്ല. ഓക്കെ, അപ്പോൾ ഞാനത് എക്സാം എഴുതി കഴിഞ്ഞ് അവിടെ ഹാളിൽ വരുത്തിയ ചില മിസ്റ്റേക്കുകളും നമ്മളുടെ റിവിഷൻ്റെ കുറവും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാത്തതും ചോദ്യങ്ങൾ മാറി കറുപ്പിച്ചതും അങ്ങനെ ഒരുപാട് തെറ്റുകൾ ഞാൻ അവിടെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഹാളിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനന്തരഫലമായിട്ടാണ് ഇപ്പോൾ LDCയുടെ റിസൾട്ട് ഞാൻ വിചാരിച്ചതുപോലെ അല്ലാതെ, അതായത് എക്സാം ഹാളിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇത് കിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ഒരു 55 മാർക്കൊന്നും പോരാ എന്നുള്ളത് എനിക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അന്നവിടെ വിട്ടതാണ്. പിന്നെ വല്ല മിറാക്കിളൊക്കെ സംഭവിക്കണമായിരുന്നു. ഒരു 50ൽ താഴേക്കാണ് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഞാനില്ല. ഓക്കെ, ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് റിപ്ലൈ കൊടുത്ത് മതിയായതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പിന്നീട് തിരഞ്ഞു പോയിട്ടില്ല കേട്ടോ. നമ്മുടെ LDCയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് ജോലി കിട്ടും, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചകഞ്ഞ് പോയിട്ടില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞതും ഞാൻ ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു. ഞാൻ ഇത് ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു എക്സാം കഴിഞ്ഞപ്പോഴല്ല, എക്സാം കഴിഞ്ഞ് കുറച്ച് ഞാനൊരു 2 മാസത്തോളം എനിക്ക് ഇതിൻ്റെ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിച്ചിട്ടും നല്ലപോലെ എഴുതാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന്ന് ഒന്ന് റിക്കവറായി. പിന്നെ ഞാൻ തീരുമാനിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും കഴിഞ്ഞതിനെ ആലോചിച്ചിട്ട് ഞാൻ ഇരിക്കില്ല. കാരണം എന്താണ്, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നൊരു തെറ്റാണല്ലേ, ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആലോചിച്ചിരുന്ന് അടുത്ത എക്സാം കുളമാക്കുക, പിന്നീട് അത് നല്ല രീതിയിൽ എഴുതാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഇപ്രാവശ്യം അങ്ങനെ ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞു വീണ്ടും അത് ഇനി നോക്കി വിഷമിച്ച് ഇരിക്കേണ്ട എന്നുള്ളത് ഞാൻ LDCയുടെ കുറച്ച് കഴിഞ്ഞതും എടുത്തൊരു തീരുമാനമായിരുന്നു. അപ്പോൾ അത് പ്രകാരം തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ മൈൻഡിനെ പറഞ്ഞത് ഓക്കെ ആക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല. കാരണം എന്താണ്, ഇനിയിപ്പോൾ വരാൻ പോകുന്ന എക്സാമുകളുണ്ടല്ലേ, സെക്രട്ടറി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഇപ്പോൾ VFA ബെവ്കോ, അതൊക്കെ വരാൻ പോകുന്ന പരീക്ഷകളാണ്. അപ്പോൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ അന്ന് പതറിയത് അവിടെ നിന്ന് നമുക്ക് വീണ്ടും എണീക്കാനായിട്ട് പറ്റും. നമ്മൾ അതും ആലോചിച്ച് ഡിപ്രഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ പേരിൽ മിണ്ടാതെ ഇരിക്കില്ല എന്നുള്ളതായിരുന്നു. ഓക്കെ, പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരിക്കലും വീണ്ടും അത് നോക്കി അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു സംഭവം ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. കാരണം വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇനി വരാനുള്ള പരീക്ഷകൾക്ക് പഠിക്കുക. കാരണം ഈ ഒരു തെറ്റ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരുപാട് എക്സാമുകളൊന്നും എഴുതിയിട്ടില്ല. ഞാനൊരു ബിഗിനർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ കൂടി ഞാൻ ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുള്ള ഒരാളല്ല. ഞാനൊരു 4-5 എക്സാം മാക്സിമം എഴുതിയിട്ടുണ്ടോ, അത്രയും ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിഗിനറാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ എന്നാൽ കൂടി എനിക്ക് PSC ഇപ്പോൾ എന്താണെന്ന് എനിക്ക് ഓൾമോസ്റ്റ് അറിയാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നിർത്തിയത് എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങുക. അല്ലാതെ വീണ്ടും നമ്മൾ ഡിപ്രഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചതും കൂടെ നമ്മളുടെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പിന്നീട് ആ ഒരു ഇതിലോട്ട് ഞാൻ പോവുകയോ അല്ലെങ്കിൽ LDCയുടെ കാര്യങ്ങൾ വീണ്ടും ആലോചിച്ച് വിഷമിക്കുകയോ ഞാൻ ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ വീണ്ടും അതിങ്ങനെ ചോദിക്കാതിരിക്കുക. ഓക്കെ, എനിക്ക് അത്യാവശ്യം നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം പഠിച്ചു കഴിയുന്ന സമയത്ത് ഞാനും ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും സങ്കടം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പരീക്ഷ എഴുതി കഴിഞ്ഞ് നമ്മളത് നന്നായി പഠിച്ച് നമ്മളത് എഴുതാൻ പോകുന്ന സമയത്ത് നമ്മൾ 100 കണക്കിന് സ്വപ്നങ്ങൾ കാണും. നമ്മളല്ലേ ജോലി കിട്ടുന്നതും നമ്മളൊരു സ്വന്തം കാലിൽ നിൽക്കുന്നതും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നതുമായിട്ടുള്ള 100 കണക്കിന് സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ സ്വപ്നങ്ങൾ കണ്ട് പരീക്ഷ എഴുതാനായിട്ട് പോയ ഒരാളാണ്. പക്ഷേ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഇതായ സമയത്ത് അതിന് നമ്മളത് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. പക്ഷേ അതിന്ന് വീണ്ടും ഓക്കെ കുഴപ്പമില്ല, ഇനി അടുത്തത് നോക്കാമെന്നുള്ള രീതിയിൽ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് നിങ്ങളോട് അത് തന്നെ പറയാനുള്ളത്, പോയത് പോട്ടെ, നമുക്ക് ഇനിയും പരീക്ഷകൾ വരാനുണ്ട്. PSC ആണ്. ഓക്കെ, പരീക്ഷകൾ ഇനിയും ഇഷ്ടംപോലെ വരും ഈ വർഷം, അടുത്ത വർഷം എന്ന് വെച്ചിട്ട് ഒരുപാട് പരീക്ഷകൾ ഇനിയും വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത്
ഡൗൺ ആയിട്ട് ഇരിക്കരുത്. ഓക്കെ, എല്ലാവരും പഠിക്കുക, മാക്സിമം പഠിക്കുക. എന്തായാലും നമുക്ക് കിട്ടും. നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്ക് കിട്ടാനാണ്? അപ്പോൾ അതുകൊണ്ട് ആരും ഡൗൺ ആയിട്ട് ഇരിക്കാതിരിക്കുക. അപ്പോൾ LDCയുടെ കാര്യം ഇത്രേ പറയാനുള്ളൂ. 55 മാർക്കിൽ കൂടുതൽ ഉണ്ടായിരുന്നു. ഷോർട്ട് ലിസ്റ്റിൽ ഞാനില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ 62 എന്താണ് പാലക്കാടിൻ്റെ, ഞാൻ പാലക്കാടാണ്, പാലക്കാടിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൽ ഇത്രേ പറയാനുള്ളൂ. പിന്നെ വേറെന്താ, ഞാനിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഇടുന്നതെന്ന കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൻ്റെ ഒരു 500+ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സയൻസിൻ്റെയും അതുപോലെ 3 പാർട്ടായിട്ട് 500-ൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മലയാളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ മറ്റന്നാളായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ ഞാനും പഠിക്കുന്ന ഒരാളായതുകൊണ്ടും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ടും തന്നെ ഞാനും ഒരു പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യം തന്നെയാണ് ഞാനും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത് വേറെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണത് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ തരംതിരിച്ച് പഠിക്കുന്നത്. അതായത് മലയാളം, ഇംഗ്ലീഷ് എന്ന് വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഓക്കെ, അതിൻ്റെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. കാരണം പഠിക്കാൻ എളുപ്പം അങ്ങനെയാണല്ലോ. വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തിരഞ്ഞ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അവസാനത്തെ 10 ഇംഗ്ലീഷ്, അവസാനത്തെ 10 മലയാളം, ഇത് തിരഞ്ഞ് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഒരൊറ്റ വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് എനിക്കും യൂസ്ഫുള്ളാണ്, നിങ്ങൾക്കും ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനും ഇത്രയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് നാളെ മറ്റന്നാളായിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. കാണാത്തവർ കാണുക, ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.